സാധാരണക്കാർക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഫീസിനെ കുറിച്ച് അധികം ടെൻഷനില്ലാതെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് പഠിക്കാൻ ഒരിടം ഒരുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഹാപ്പി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമി തുടങ്ങിയിട്ടുള്ളത്. ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് അല്ല. ഇത് എന്തെങ്കിലും കുറച്ച് ക്യാപ്സൂളായിട്ട് അങ്ങോട്ട് വിഴുങ്ങിയാൽ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പാടില്ല. 70 ദിവസം നീണ്ടു നിൽക്കുന്ന ഹാപ്പി ഇംഗ്ലീഷിലെ ആക്ടിവിറ്റീസ്, അതുപോലെ സ്ട്രക്ചർ, അതിൻ്റെ സിലബസ്, മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനോട് തുലനം വെക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ഉണ്ടെന്ന് ആരെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ഇംഗ്ലീഷ് അവർ ഫ്രീ ആയിട്ട് നമ്മുടെ കോഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഹാപ്പി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമിയുടെ പുതിയ പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹാപ്പി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമിയുടെ പ്രിയപ്പെട്ട ചെയർമാനായിട്ടുള്ള നമ്മുടെ CP ഷിഹാബ് സാറ്, അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഷർഫുദ്ദീൻ സാറാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം സാർ, ഷിഹാബ് സാർ. താങ്ക് യു. ഷർഫ് സാർ, ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് കേരളത്തിൽ നല്ല രൂപത്തിൽ, അതായത് ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടുള്ളൊരു കോഴ്സാണ് ഹാപ്പി ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല നല്ല ഫീഡ്ബാക്കുകൾ, നല്ല നല്ല റിസൾട്ടുകൾ, ഒരുപാട് ആൾക്ക് ജോലി സാധ്യതകളൊക്കെ കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഹാപ്പി ഇംഗ്ലീഷിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സാറേ, ഷിഹാബ് സാറേ, എന്താണ് ഹാപ്പി ഇംഗ്ലീഷ്? ഈ ഹാപ്പി ഇംഗ്ലീഷ് എന്ന ഒരു പേരിടാനുള്ള കാരണം എന്താണ്? ഹാപ്പി ഇംഗ്ലീഷ് എന്ന ഒരു പേര് പോലെ തന്നെ ഹാപ്പി ഇംഗ്ലീഷ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നതും നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒന്നാമത്, സാധാരണക്കാർക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഫീസിനെ കുറിച്ച് അധികം ടെൻഷനില്ലാതെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് പഠിക്കാൻ ഒരിടം ഒരുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഹാപ്പി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമി തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ഇംഗ്ലീഷിലാണ് PG ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എത്രത്തോളം മനോഹരമായിട്ട് എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. എങ്ങനെയാണ് സംസാരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിലുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക എന്നൊരു ചിന്തയാണ് ഹാപ്പി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമിയിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഏത് മെത്തേഡായിരിക്കും ഇംഗ്ലീഷ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ മെത്തേഡിലൂടെയാണ് സാധാരണക്കാർക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു രീതി, ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, പേര് വരുന്നത് ഹാപ്പി ഇംഗ്ലീഷ് എന്നൊരു പേര് വരാൻ കാരണം, ഒന്നാമത് എല്ലാവർക്കും ഇംഗ്ലീഷ് പേടിയാണ്. ഇപ്പോൾ ഞാൻ തന്നെ പഠിക്കുന്ന സമയത്താണെങ്കിൽ കുട്ടികളൊക്കെ പറയും നമുക്ക് സംസാരിക്കാൻ പേടിയാണ്, അതുകൊണ്ട് ടെൻഷനാണ്, മിസ്റ്റേക്സ് വരും എന്നുള്ള പേടിയാണെന്നൊക്കെ. അപ്പോൾ പേടിയില്ലാതെ സന്തോഷമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം, ഫീസിനെ കുറിച്ച് സങ്കടമില്ലാതെ സന്തോഷമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഹാപ്പി ഇംഗ്ലീഷ് എന്നൊരു പേര് സെലക്ട് ചെയ്യാൻ കാരണം. തീർച്ചയായിട്ടും ഈ ഹാപ്പി ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഓമനത്വം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ നാവിൻ തുമ്പത്ത് എപ്പോഴും ചില വാക്കുകൾ വരാറുണ്ടല്ലോ, അതുപോലെ ഒരു കേൾക്കുമ്പോൾ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പേരായിട്ട് തോന്നുന്നുണ്ട്. ആക്ച്വലി ഈ 1000 രൂപയ്ക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്നത് മാത്രമാണോ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? സാർ, നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഭൂരിഭാഗം മലയാളികളെ സംബന്ധിച്ചും അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പ്രതിസന്ധിയായിട്ട് വരാറുണ്ട്. ഒന്നാമത്തെ കാര്യം ഫീ തന്നെയാണ്, സംശയമൊന്നുമില്ല. തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് ഹാപ്പി ഇംഗ്ലീഷ് ഏറ്റവും അഫോർഡബിൾ ആവുന്ന, എന്നാൽ കോഴ്സിൻ്റെ ലെങ്ത്തോ അതല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിലോ ക്വാളിറ്റിയിലോ യാതൊരുവിധ നമ്മളൊരു എക്സ്ക്യൂസും കൊടുക്കാതെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് കേരളത്തിൽ 70 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കോഴ്സിന് 1000 രൂപ ഫീ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് ഹാപ്പി ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കേട്ടപ്പോൾ തന്നെ എന്താണ് ഹാപ്പി ഇംഗ്ലീഷ് എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു താല്പര്യം ഇപ്പോൾ തന്നെ മനസ്സിൽ ഇങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ ഹാപ്പി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമി എവിടെയാണ്? അവിടെ എത്ര സ്റ്റാഫുകളുണ്ട്? ഓഫീസ് സ്റ്റാഫുകൾ, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, ഒരു വ്യവസ്ഥാപിതമായി നടക്കുന്ന ഒരു സംഭവമാണോ, അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇങ്ങനെ വർക്ക് ഫ്രം ഹോം അങ്ങനത്തെ പരിപാടിയാണോ ആക്ച്വലി? ഹാപ്പി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാദമി പ്രവർത്തിക്കുന്നത് ഒരു സിസ്റ്റം ബേസിലാണ്. ഒരു സിസ്റ്റം വർക്കൗട്ട് ആവണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട എംപ്ലോയീസിന് നിർബന്ധമായിട്ടും വേണം ഒരു സ്ഥാപനത്തിലാകുമ്പോൾ. ഹാപ്പി ഇംഗ്ലീഷ് മഞ്ചേരി നഗരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്.
ഹാപ്പി ഇംഗ്ലീഷിൻ്റെ ഓഫീസിൽ നമുക്ക് ഏകദേശം 20ഓളം സ്റ്റാഫുകൾ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്ത്രീകൾ ഒരു ഏകദേശം 70ഓളം വരുന്ന വനിതാ അധ്യാപകർ, അതിൽ ലേഡി ട്രെയിനേഴ്സ് ഹാപ്പി ഇംഗ്ലീഷിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടികളെയും നേരിട്ട് വളരെ സ്വകാര്യം അവരുടെ പ്രൈവസി പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ടാണ് ഹാപ്പി ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടില്ല. അതിന് മുമ്പായിട്ട് നമ്മൾ തമ്മിലൊരു പരിചയപ്പെടലാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ പ്രധാനമായിട്ടും ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. എന്നാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണ്? അതായത് നിങ്ങളോട് ചോദിക്കുകയാണ് ഹാപ്പി ഇംഗ്ലീഷ് ഏതൊക്കെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പെട്ടെന്നൊരു ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ഉത്തരമായിട്ട് പറയുക? ഹാപ്പി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാദമി ഒരു സമഗ്ര ലാംഗ്വേജ് സൊല്യൂഷനാണ്. എല്ലാവർക്കും പഠിക്കാനുള്ള സൊല്യൂഷൻ ഹാപ്പി ഇംഗ്ലീഷിലുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഏതൊരു മേഖലയിലാണെങ്കിലും അയാൾക്ക് പഠിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഹാപ്പി ഇംഗ്ലീഷ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾ ഹാപ്പി ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് സൊല്യൂഷനായിട്ട് ഹാപ്പി ഇംഗ്ലീഷിൻ്റെ ബേസിക് ലെവൽ ഒരു ബ്രിഡ്ജ് കോഴ്സായിട്ട് ഹാപ്പി ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് മലയാളികളുടെ പ്രശ്നമാണ് എഴുതാനും വായിക്കാനും അറിയാം, സംസാരിക്കാൻ അറിയില്ല, ഒരു ആത്മവിശ്വാസമില്ല. അതല്ലെങ്കിൽ കുറേ വേർഡ്സ് അറിയാം. മലയാളികളുടെ ഒരു സ്വഭാവമാണ് ഒരുപാട് ഇംഗ്ലീഷ് വേർഡ് കലർത്തിയിട്ട് മലയാളം സംസാരിക്കും. പക്ഷേ ഇംഗ്ലീഷ് വേർഡുകൾ മാത്രം കൂട്ടിച്ചേർത്ത് സംസാരിക്കാനുള്ളൊരു ഭയം, അതല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ്, ഇതൊക്കെയാണ് പ്രശ്നം. അത്തരം ആളുകൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ഹാപ്പി ഇംഗ്ലീഷിൻ്റെ മീഡിയം ലെവൽ കോഴ്സ് ഹാപ്പി ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ആയിരക്കണക്കിന് ആളുകൾ എല്ലാ മാസവും ഓരോ മാസവും ആയിരക്കണക്കിന് ആളുകൾ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് ഗ്രാമർ അറിയാം, എനിക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയാം, പക്ഷേ എനിക്ക് ആത്മവിശ്വാസമില്ല, സംസാരിക്കാൻ അവസരമില്ല. അനീസ് സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇന്ന് കേരളത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള എത്ര പേരുണ്ടാവും? പ്രത്യേകിച്ച് 1-ാം ക്ലാസ് മുതൽ അതല്ലെങ്കിൽ LKG മുതൽ ഡിഗ്രി വരെ പഠിച്ച കുട്ടികളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ 10 മിനിറ്റ് ഇത്രയും കാലം പഠിച്ചിട്ട് 10 മിനിറ്റ് സമയം ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരം കിട്ടിയ കുട്ടികളെ നമ്മൾ എണ്ണിയാൽ വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെ ഒരു സമൂഹത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അവർക്ക് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് ഗ്രാമറും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ അവസരങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ ലാംഗ്വേജ് അതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു വളർച്ചയില്ലാതെ കിടക്കുകയായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് ഹാപ്പി ഇംഗ്ലീഷിൻ്റെ സ്പീക്കിംഗ് ബേസ്ഡ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ ഉയർത്തി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ ഹാപ്പി ഇംഗ്ലീഷിൻ്റെ ഹൈ ലെവൽ കോഴ്സ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കോഴ്സുകൾക്ക് പുറമെ ലൈവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 1 മണിക്കൂർ 2 മണിക്കൂർ അവരുടെ ട്രെയിനറോട് മാത്രം സംസാരിച്ചിരിക്കുന്ന വ്യത്യസ്ത പ്രീമിയം കോഴ്സുകളും ഹാപ്പി ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബേസിക് ലെവൽ, മീഡിയം ലെവൽ, ഹൈ ലെവൽ എന്നിങ്ങനെ നമുക്ക് 3 കോഴ്സായിട്ട് പറയാൻ കഴിയും അല്ലേ? സാറിൻ്റെ വോയിസിൽ നിന്നും സാറിൻ്റെ സംസാരത്തിൽ നിന്നും എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത്. ഏതായാലും നിങ്ങൾ ഈ വായിക്കാനും എഴുതാനും അറിയാത്തവർക്ക് പോലും കോഴ്സ് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിലെനിക്ക് തോന്നുന്നു ജോയിൻ ചെയ്യുന്നവർ പല ആളുകളും കൊച്ചു കുട്ടികളല്ല എന്നാണ് സാറിൻ്റെ ആ ഒരു സംസാരത്തിൽ മനസ്സിലാകുന്നത് അല്ലേ? ഒരു 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾക്ക് പോലും നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും പോലും അറിയില്ല. അവർക്ക് ഈ ഒരു 1000 രൂപക്ക് ഹാപ്പി ഇംഗ്ലീഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പം അത് നിങ്ങൾക്കൊരു വലിയൊരു സല്യൂട്ട് നൽകേണ്ട കാര്യം തന്നെയാണ്. കാരണം ചെറിയ കുഞ്ഞു പേയ്മെൻറ്റുമായിട്ട് അവരൊക്കെ വലിയൊരു ആഗ്രഹമായിരിക്കും ഇംഗ്ലീഷിലെ പത്രം വായിക്കുക, ബോർഡുകൾ വായിക്കുക, നെയിം ബോർഡുകൾ വായിക്കുക, ഇതൊക്കെ. അപ്പോൾ ഏതായാലും വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പിന്നെ നിങ്ങൾ ഏതൊക്കെ സമയത്താണ്, അതായത് അവർക്ക് ഒരാൾ ജോയിൻ ചെയ്യുമ്പം അവർക്ക് പല സമയത്തായിരിക്കും പഠിക്കേണ്ടത്. ജോലിയുള്ളവരുണ്ടാവും, വീട്ടമ്മമാരുണ്ടാകും, വിദേശത്തുള്ളവരുണ്ടാവും. ഷിഹാബ് സാറേ, അപ്പോൾ ആർക്കും ഏത് സമയത്തും പഠിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അതേ സമയത്ത് തന്നെ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യണോ? എന്താണ് അതിൻ്റെ ഒരു കറക്റ്റ് ഉത്തരം എന്താണ്? നമ്മുടെ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും പഠിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രായം അവിടെ പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ്, ഞാനിങ്ങനെ ജോലിയുണ്ട്, അപ്പോൾ അതിന് സമയം കണ്ടെത്തിയിട്ടാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരാൻ കഴിയുമോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്നല്ല, നിങ്ങൾ എവിടെയാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണ് പഠിക്കാൻ സാധിക്കുന്നത് ആ സമയത്ത് നമ്മൾ പഠിപ്പിക്കാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ പുറത്ത് ഇപ്പോൾ നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള ആളുകളുണ്ടാവും.
അപ്പോൾ അവിടത്തേക്ക് സമയം വരുമ്പോൾ വ്യത്യാസം ഉണ്ടാകും ഇവിടുത്തെ നാട്ടിലെ സമയമായിട്ടൊക്കെ. അപ്പോൾ അവർ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയത്തായിരിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനേഴ്സിനെ റെഡിയാക്കിയിട്ട് അവരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിലൊരു വലിയ സന്തോഷം എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ അവസരം കിട്ടണം. അവിടെയാണ് നമ്മളെ ഹാപ്പി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമി വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങൾ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത് വലിയൊരു സ്വപ്നമാണെങ്കിൽ, നിങ്ങളുടെ ഒഴിവ് സമയത്ത് നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും ഒരു പേഴ്സണൽ ട്രെയിനർ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിച്ചു കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നുള്ളത് ആ ട്രെയിനറും നിങ്ങളും അല്ലാതെ വേറെ ആരും അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ വലിയ സന്തോഷം എന്ന് പറയുന്നത് സിനിമാ മേഖലയിലുള്ള ആളുകൾ, വലിയ സെലിബ്രിറ്റീസ്, VIP ഒക്കെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഞാൻ പഠിക്കുന്ന കാര്യം ആരും അറിയരുത് കേട്ടോ. കാരണം എന്തോ ഒരു ഇത്ര പ്രായമായിട്ട് ഇപ്പോൾ ഇനി പഠിക്കുകയാണോ ആൾ ചോദിക്കും എന്നുള്ള ഒരു മടി കൊണ്ടാണോ ഇനി ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളൊരു അപകർഷതാബോധമാണെന്ന് അറിയില്ല. അവരൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യം ആരും അറിയരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്ത് പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഒഴിവ് സമയത്ത് ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്ഥാപനമായിട്ട് ഹാപ്പി ഇംഗ്ലീഷ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചും പഠിക്കുന്നവരുടെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തി പഠിപ്പിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. വളരെ നല്ല കാര്യം തന്നെ. ഇപ്പോൾ ഹാപ്പി ഇംഗ്ലീഷിൽ ഒരു പുതിയൊരു സർപ്രൈസ് ന്യൂസ് വന്നിട്ടുണ്ട്. ഈ വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വേറൊരു സംഭവം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയണോ അതല്ല നിങ്ങൾ പറയോ? ഏതായാലും നിങ്ങൾ തന്നെ പറയട്ടെ. ഈ എന്താട്ടെ പ്രേക്ഷകർ നിങ്ങളെ നാവിൽ കൂടെ തന്നെ കേൾക്കട്ടെ. എന്താണ് വാട്സപ്പിൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുവന്ന പുതിയ കാര്യം എന്താണ്? എന്തായാലും വാട്സപ്പിൻ്റെ കൂടെ അല്ലേ ആ ഒരു സംഭവം കൂടി വരുമ്പോൾ ഫീസ് കൂട്ടിയിട്ടുണ്ടോ? കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണ് കൂട്ടിയത്? അത് ആളുകൾക്ക് താങ്ങുമോ? അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ ഇവർ കേൾക്കട്ടെ. തീർച്ചയായിട്ടും. നമ്മൾ പലപ്പോഴും ആളുകൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്നവർ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് മാക്സിമം കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ വോയിസ് കേട്ടുകൊണ്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വോയിസ് കേട്ടുകൊണ്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് വീഡിയോ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് പഠിക്കുന്നതാണ്. അതായത് നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് എങ്ങനെയാണോ പഠിക്കുന്നത് ആ ഒരു ഫീലിൽ ഒരു ടീച്ചർ വരുന്നു ബോർഡിൽ ഇങ്ങനെ എഴുതി പഠിപ്പിക്കുന്ന ആ ഒരു ഫീലിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ കുറച്ച് പേര് പറയാറുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ ഈസിയാണ് അല്ലേ. നമ്മൾ പലപ്പോഴും നമുക്കൊരു സിനിമ കണ്ടാൽ നമ്മുടെ മനസ്സിൽ അതുപോലെ കിടക്കും. കാരണം വിഷ്വൽസ് നമ്മൾ കാണുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും വിഷ്വൽ ലേണേഴ്സിനാണ് കൂടുതൽ ഉണ്ടാവുക. അതെ, അതെ. എവിടെയാണെങ്കിലും കണ്ട് പഠിക്കാനായിരിക്കും കൂടുതൽ ആളുകൾ ഉണ്ടാവുക. പണ്ട് കണ്ട സിനിമകൾ, അതെ, അതെ, അതെ. പണ്ട് കണ്ട സ്വപ്നങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി മൈൻഡിലുണ്ടാവും. അങ്ങനെ ആ വരുന്നുണ്ട്. ചിത്രം അങ്ങനെ പതിഞ്ഞു കിടക്കുക. അതെ അതെ. അപ്പോൾ അതുപോലെ ഒരു മനസ്സിൽ പതിയുന്ന രീതിയിലുള്ള ഒരു ചിത്രങ്ങളായിരിക്കും നിങ്ങൾ ഈ ഒരു ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സിലേക്കായി വരുന്ന അതായത് നിങ്ങൾ സമയത്ത്. മൊബൈൽ ആപ്പും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ക്ലാസ്സുകൾ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് എങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത് അതുപോലെ കണ്ടുകൊണ്ട് ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ വീഡിയോ ക്ലാസ്സുകൾ കണ്ടു പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 3 രീതിയിൽ പഠിക്കാൻ പറ്റുകയാണ്. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഫീസിലും ആ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് ആളുകൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും അല്ലേ ഷറഫ് സാറേ? നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് നോക്കി ഫീ കൂട്ടാൻ പറ്റുമോ, കാരണം ഇത് വലിയ എക്സ്പെൻസ് ഉള്ള കാര്യമല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ഫീ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് എടുത്തു. അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് ഫീഡ്ബാക്ക് കണ്ടപ്പോൾ അത് ഇനി തീരുമാനിക്കണമെന്ന് ഫീ കൂട്ടണം. ഇത് നിലവിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ആ ഫീ ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. 1000 രൂപ കോഴ്സ് ഫീയും അതിൻ്റെ GST ആയിട്ട് വരുന്നത് 18% മാത്രമാണ് നിലവിൽ ഫീ ആയിട്ട് വരുന്നത്. അതെ അതെ. ഇപ്പോൾ അതിലൊന്നും മാറ്റം വരുത്തിയില്ല. പക്ഷെ നമുക്കത് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കാരണം എന്താ വെച്ചാൽ അത്രയും എക്സ്പെൻസീവ് ആണല്ലോ. മാത്രമല്ല വേറൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ്സുകൾ കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പോലെയല്ല. അപ്പോൾ പലപ്പോഴും ആ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു സ്റ്റുഡൻ്റ് അപ്പുറത്തിരുന്ന് കൊണ്ട് അവരോട് സംസാരിക്കുന്ന ഒരു ഫീലിലാണ് ഓരോ ക്ലാസ്സുകളും ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു റേഡിയോ കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ ടി വിയിലൊരു സിനിമ കാണുന്ന പോലെയല്ല, നമ്മളോട് സംസാരിച്ചു കൊണ്ടാണ് ടീച്ചേഴ്സ് തീർച്ചയായും. പഠിപ്പിക്കുന്നത്. അതെ അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു എക്സ്പെൻസീവ് ആയിരിക്കും ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു എന്താ പറയുക നഷ്ടമോ ലാഭമോ അല്ല. നമ്മൾ എല്ലാവരും പഠിക്കണം അതെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പഠിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ ആൾ മാക്സിമം കൂടുന്നതാണ് ശബ്ദ രസം. ഇപ്പോൾ തീർച്ചയായിട്ടും അതല്ലേ അവർക്ക് ആ പഠിക്കാൻ അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഇഷ്ടമുള്ള കാര്യം. അതാണ് നമ്മുടെ സന്തോഷം. കാരണം നമ്മൾ സ്ഥാപനത്തിൽ പഠിക്കുന്നവർ ഹാപ്പിയാണ്, അവർക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ അതിനേക്കാളും വലിയ ഹാപ്പിയാണ്.
അപ്പം വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം എന്നതിൻ്റെ കൂടെ തന്നെ ഈ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആകും തോന്നുന്നു അല്ലേ? ഹാപ്പി ഇംഗ്ലീഷിൻ്റെ മൊബൈൽ ആപ്പ് വഴി വീഡിയോ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടും നമുക്കറിയാം സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ പഠിതാക്കളൊക്കെ 3 രൂപത്തിലായിരിക്കും. ഒന്ന് കണ്ടുകൊണ്ട് പഠിക്കുന്നവർ, ഒന്ന് കേട്ടുകൊണ്ട് പഠിക്കുന്നവർ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നവർ. വിഷ്വലി, ഓഡിറ്ററി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഏതായാലും ഈ വിഷ്വലിയാണ് ഏറ്റവും കൂടുതൽ അല്ലേ? ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു പാഠെടുക്കുന്ന ഒരു അധ്യാപകന് അതിങ്ങനെ വിവരിക്കുന്നതിന് പകരം ജസ്റ്റ് അവരെന്ത് ചെയ്യുന്നു, ഒരു ടിവിയിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ ആ വീഡിയോ കാണിച്ചാൽ ആ കുട്ടിക്ക് അത് മതിയാകും. അതെ, അതെ. ആ രൂപത്തിലാണ് ഹാപ്പി ഇംഗ്ലീഷ് ഇപ്പം മൊബൈൽ ആപ്പ് വഴി വീഡിയോ ക്ലാസ്സുകൾ. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവർ ഫീ കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവർ 1000 രൂപ ആക്ച്വലി 1000 രൂപ മാത്രം അടച്ചാൽ മതിയോ, അതല്ലെങ്കിൽ അതിന് GST സാർ അത്തരം ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങളൊക്കെ? അത് GST 18% കൂടി ഉണ്ട്. അത് നമ്മുടെ ഹാപ്പി ഇംഗ്ലീഷിനുള്ള പേയ്മെന്റ് അല്ലല്ലോ അത്. ഓക്കെ. അങ്ങനെയാണത് അതായത് വരുന്നത്. സർവീസ് ആയതുകൊണ്ട് 18% GST അതെ, അതെ, ഉണ്ടാകും. അത് അതുണ്ട്, കേന്ദ്ര അതുണ്ട്. സർക്കാരിനും അല്ലേ? 9% കേരളത്തിനും 9% ആ കേന്ദ്രത്തിനുള്ള. രൂപത്തിലാണ് അത് ഓക്കെ. അപ്പോൾ വരുന്നത്. ടോട്ടൽ 1180 രൂപയാണ് ഇവർ പേയ്മെന്റ് ആയിട്ട് ചെയ്യേണ്ടത്. അതെ, ഇതിൽ 1000 രൂപ ഹാപ്പി ഇംഗ്ലീഷിന്റെ ഫീയും 180 രൂപ GST ആയിട്ടാണ് അല്ലേ? യെസ്, അപ്പം യെസ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ സാധനം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 5% GST ഉണ്ട്. അതെല്ലാ സാധനത്തിനും ഉണ്ട്. എല്ലാത്തിനും നമ്മളത് ഉണ്ട്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. സർക്കാർ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. തീർച്ചയായിട്ടും. അതെ, അതെ. സാർ ഇപ്പോൾ രാത്രി കാലത്ത് ഒരാൾ അവരുടെ ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലും മെറ്റലൊക്കെ ആഡ് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ രാത്രി കാലത്ത് ഒരാൾ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ നിങ്ങളുടെ ആഡ് കണ്ടു, ഒരു പരസ്യം കണ്ടു. അപ്പോൾ അയാൾ രാത്രി നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ അഡ്മിഷൻ ഓഫീസർമാർ അവൈലബിൾ ആയിരിക്കുമോ? അവർ ആ സമയത്തും അതല്ലെങ്കിൽ ഒരു ഓഫീസ് ടൈം ഒരു 9 മണി മുതൽ 5 മണി വരെ, അല്ലെങ്കിൽ 10 മണി മുതൽ ഒരു 4 മണി, ആ രൂപത്തിലാണോ? അതല്ല രാത്രി സമയത്തൊക്കെ നിങ്ങളുടെ അഡ്മിഷൻ ഓഫീസർമാർ അവൈലബിൾ ആയിരിക്കുമോ? അതല്ലെങ്കിൽ ഇപ്പം കോൺടാക്ട് ചെയ്ത് നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഓഫീസർമാരുടെ ഡ്യൂട്ടിയെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് നമ്മളെപ്പോഴും നമ്മുടെ പരസ്യങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ ഇത്ര കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ഉടനെ ആ അവസരം ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അഡ്മിഷൻ ഓഫീസേഴ്സിനോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഒരാൾക്ക് പഠിപ്പിക്കാനുള്ളൊരു അവസരം നമ്മളും പെട്ടെന്ന് ഉപയോഗപ്പെടുത്തണം. ഒരാൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് അതിനുവേണ്ടി അയാൾ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരരുത്. ഉടനെ നമ്മൾ അയാൾക്കുള്ള അവസരങ്ങൾ കാര്യങ്ങൾ ചെയ്തു ചെയ്തു കൊടുക്കണം. കൊടുക്കണം. അപ്പോൾ അതന്നെ. അതിന് വേണ്ടിയാണ് ഏകദേശം 20 പേരെ നമ്മൾ അഡ്മിഷൻ ഓഫീസേഴ്സായിട്ട് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ടുള്ളത്. അതെ, അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര മാക്സിമം നമുക്ക് സാധ്യമാകുന്ന സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ അവരോട് മറുപടി കൊടുക്കുന്നു. അവർക്ക് തീർച്ചയായിട്ടും. പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മാക്സിമം അവർ ആ സമയത്തിന് നമ്മൾ കൺസൾട്ട് ചെയ്യും. കാരണം നമുക്കറിയാലോ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെ, അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും. 70 ദിവസം നമുക്ക് അവരെ പഠിപ്പിക്കാനുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു മൊമെൻറ്റിൽ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. തീർച്ചയായും നമ്മൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യും. പഠിക്കാൻ വരുന്ന ഒരാൾക്കും നിരാശപ്പെടുന്ന ഒരു അവസ്ഥ എന്തായാലും സാർ ഉണ്ടാവില്ല. ഓക്കെ. അതൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഏത് സമയത്തും നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് റിപ്ലൈ കിട്ടുക, അവർ അവൈലബിൾ ആയിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ഈ പഠിക്കാൻ വരുന്ന ആളുകൾ ഇപ്പോൾ ഒരു ടീച്ചർക്കായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് പറയാനായിക്കോട്ടെ, നിങ്ങളുടെ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പം ഇപ്പോൾ ഞാൻ അവൈലബിൾ അല്ല, നാളെ വിളിക്കൂ, അല്ലെങ്കിൽ നാളെ കോൺടാക്ട് ചെയ്യുമെന്ന് പറയുമ്പം അവർക്കും തന്നെ മാനസികമായിട്ട് ഇത് എന്താണ്, എത്ര സമയമാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഇതപ്പം തന്നെ ഒരു ക്വിക്ക് റിപ്ലൈ എന്നുള്ള സംഭവത്തിലേക്കൊക്കെ വരുന്ന സമയത്ത്, അതൊക്കെ ഒരു ക്വിക്ക് റിപ്ലൈ എന്നുള്ള സംഭവത്തിലേക്ക് വരുന്ന സമയത്ത് അത് അവരും ഹാപ്പി ആയിരിക്കും അല്ലേ? അവർ ഹാപ്പി ആകുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ കൂടെയുള്ളവരെ അവരോട് പറയും ഹാപ്പി ഇംഗ്ലീഷ് അങ്ങനെയാണ് ഇങ്ങനെ ആ രൂപത്തിൽ. അത് നിങ്ങളുടെ ഒരു വളർച്ചയ്ക്കും വലിയൊരു കാരണം തന്നെയാണ്. ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം, അതല്ലെങ്കിൽ കോഡ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. അതുപോലെ ഹാപ്പി ഇംഗ്ലീഷ് ഈ വാട്സപ്പ് വഴിയും കോഡ് വഴിയൊക്കെ ആണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഹാപ്പി ഇംഗ്ലീഷിൻ്റെ ഒരു ടെക്നിക്ക് എന്താണ്? ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ കുറേ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുന്നു, അവരിതിങ്ങനെ കേൾക്കുന്നു, ബൈ ഹാർട്ട് ചെയ്യുന്നു, അവരിങ്ങനെ അത് ആ രൂപത്തിലാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യുണീക്കായിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ ഹാപ്പി ഇംഗ്ലീഷിൽ? സാറേ, ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് അല്ല. ഇത് എന്തെങ്കിലും കുറച്ച് ക്യാപ്സൂളായിട്ട് അങ്ങോട്ട് വിഴുങ്ങിയാൽ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പാടില്ല. സാറ് പറഞ്ഞല്ലോ, വാട്സപ്പ് വഴി പഠിപ്പിക്കുന്നു, കോഡ് വഴി പഠിപ്പിക്കുന്നു. ഹാപ്പി ഇംഗ്ലീഷ് വാട്സപ്പ് വഴി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആപ്പ് വഴിയും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉം. പിന്നെ സാറ് പറഞ്ഞല്ലോ കോഡുകളെന്ന്. അതെ, അതെ. അത്തരം സംഗതികളൊക്കെ അതൊരു വലിയൊരു മാർക്കറ്റാണ് ഇപ്പോൾ കോഡ് വഴി. സാറേ, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് പറഞ്ഞാൽ ആളുകളെ മൈൻഡിലേക്ക് ചില ക്യാപ്സ്യൂളുകൾ ഇട്ട് കൊടുത്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് പണ്ട് പരസ്യം കാണാറുണ്ടായിരുന്നു, സിറിഞ്ച് വഴി രക്തത്തിൽ അലിയിക്കാം ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സാറേ, ഇപ്പോൾ നമ്മളൊരു കോഡ് വഴി പഠിക്കണം എന്നൊരാളോട് പറയാണ്. ഇപ്പോൾ നമ്മൾ ഇത് മാത്സ് പഠിക്കലല്ലോ, മാത്സിൽ ഇക്വേഷൻ വെച്ച് അതുപോലെ ഇക്വേഷനിൽ ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടും എന്ന പോലെ അല്ലല്ലോ. ഒരാൾക്ക് സംസാരിക്കാൻ അവസരം വേണം. ഉം. ഒരാൾക്ക്
വേണ്ടത്ര സംസാരിക്കണം എന്ന് അതെ. മാത്രം ഒരു ലാംഗ്വേജ്, പ്രത്യേകിച്ച് സെക്കൻഡ് ലാംഗ്വേജ് ഒരാൾക്ക് വഴങ്ങി കിട്ടുള്ളൂ. അതെ, അതെ. ഇംഗ്ലീഷ് ഒട്ടും വ്യത്യസ്തമല്ല. അതെ. എത്ര സംസാരിക്കുന്നുവോ അത്രയും ഒരാൾ അയാളുടെ ലാംഗ്വേജ് നന്നായിട്ടുണ്ടാവും. കാരണം എന്താണെന്നറിയോ, ഓരോ പ്രാവശ്യവും ഒരാൾക്കുണ്ടാകുന്ന അവസരങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതെ, നമ്മൾ അതെ, അതെ. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞ് ബൈ ഹാർട്ട് ആക്കിയതിന് ശേഷം ഇതേ വ്യക്തിക്ക് വേറൊരു അവസരം വരുമ്പോൾ അവിടെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അയാളിങ്ങനെ ആലോചിക്കും ഇവിടെ ഏത് കോഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും. അതെ, ആ ഒരു കോഡിൽ മാത്രം വെച്ച് ഒരാൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും ഇത് ഏത് കോഡ് ഏത് സ്ഥലത്താണ് കൊണ്ടുപോയി പ്ലേസ് ചെയ്യേണ്ടത് ഒരു പക്ഷേ കൺഫ്യൂഷൻ വരാം. നമ്മൾ പണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഒരാൾക്ക് ഒരു മീനിനെ പിടിച്ച് കൊടുത്തിട്ട് ഇതാണ് മീൻ, നിങ്ങൾ കറി വെച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ മീനെ കറി വെച്ചിട്ട് അദ്ദേഹത്തിന് കഴിക്കാൻ കഴിയും. അതെ. പക്ഷേ അദ്ദേഹത്തോട് പറയുകയാണ് ഇങ്ങനെയാണ് മീൻ പിടിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇൻ കേസ് നമ്മളില്ലെങ്കിലും അദ്ദേഹത്തിന് മീൻ പിടിച്ചിട്ട് കറി വെക്കാൻ കഴിയും അല്ലേ? ആ തീർച്ചയായിട്ടും. വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എങ്ങനെയാണ് നിങ്ങൾ മീൻ പിടിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ സാധിക്കും. അല്ലാതെ നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നിട്ട് ഇതിങ്ങനെയാണ്, ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ വേറൊരു സിറ്റുവേഷൻ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, അവർക്ക് വലിയ കൺഫ്യൂഷൻ അതിന് ആയിരിക്കും അല്ലേ? സാറേ ഇപ്പം നമ്മൾ ക്ലാസ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് യഥേഷ്ടം സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കും. ഇപ്പോൾ ആപ്പ് വഴി ക്ലാസ് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കും അത് ഒരാൾ ഇങ്ങനെ വന്ന് ഒരു വീഡിയോയിൽ വന്ന് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരല്ലേ എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ഒരു ക്ലാസ് തരുന്നുണ്ട്, അത് ഹാപ്പി ഇംഗ്ലീഷ് സെറ്റ് ചെയ്ത മൊഡ്യൂൾ ക്ലാസ്സുകളായിട്ട് വരുന്നുണ്ട്. പക്ഷേ അതൊരു ടെക്സ്റ്റിൻ്റെ ഒരു ഫങ്ഷൻ മാത്രമാണ് അത് ചെയ്യുന്നത്. അതിന് ശേഷമാണ് അതിൻ്റെ പുറകിലാണ് ഹാപ്പി ഇംഗ്ലീഷിൻ്റെ ലേണിംഗ് ആക്ടിവിറ്റീസ് മുഴുവൻ നടക്കുന്നത്. ഇപ്പോൾ ഹാപ്പി ഇംഗ്ലീഷിൽ ഒരാൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് ഡേ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ നേരെ കോൺടാക്ട് ചെയ്യേണ്ട അവരുടെ പേഴ്സണൽ ട്രെയിനറെയാണ്. പിന്നെ ട്രെയിനർ അവരെ ഓരോ കാര്യങ്ങൾ അവരുടെ ലാംഗ്വേജിൽ അവർക്ക് എത്ര പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, അവരുടെ ലാംഗ്വേജ് സ്കിൽ എത്രയുണ്ട്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആണ് ഓരോരുത്തർക്കും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നത്. നമ്മൾ കോളിംഗ് ആക്ടിവിറ്റികളുണ്ട്, അതുപോലെ ലൈവ് സെഷനുകളുണ്ട്. ഇതൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് അവരുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു വേദിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആ സമയത്തൊക്കെ അവരെന്ത് ചെയ്യും, അവർക്ക് അവസരം കിട്ടും, ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ പറയും. അവർ പഠിച്ചത് ഒരു വീക്കിൽ എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ ഒരാഴ്ച 10 ദിവസം കൊണ്ട് എന്താണോ പഠിച്ചത്, ആ കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, അവർ മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അതിലൊരു പക്ഷേ തെറ്റുകളുണ്ടാവും, കുറവുകളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ ഫീഡ്ബാക്ക് എഴുതാൻ പറയാറുണ്ട് പല ആളുകളോടും. നമ്മുടെ ഭാഗത്ത് തന്നെ പറയും നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഹാപ്പി ഇംഗ്ലീഷിനെ അനുഭവിക്കാൻ പറ്റുന്നത്, നിങ്ങൾ എഴുതിക്കോളൂ. പല ആളുകൾ ഇംഗ്ലീഷിൽ എഴുതും, അതെ, അതെ. കമൻസ് ആയിട്ട് എഴുതും. അപ്പോൾ അതിലൊരുപാട് തെറ്റുകളുണ്ടാവും. നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പാടുണ്ടോ? ഇപ്പം നമ്മളത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ പോവാറില്ല. നമ്മൾ കമൻസ് നോക്കി ഒരുപാട് കമൻസ് കാണാൻ പറ്റും, അതിലൊരുപാട് തെറ്റുകൾ കാണാൻ പറ്റും. ചില ആളുകൾ ചോദിക്കും, അത് വളരെ രസമാണ്. ചില ആളുകൾ ചോദിക്കും നിങ്ങൾ എഴുതിയ കമൻസിൽ ഇത് ഇങ്ങനെ തെറ്റുണ്ടല്ലോ, ഇതാണോ നിങ്ങൾ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ്? ഇത് അവർ സ്വന്തം അവരുടെ ലാംഗ്വേജിൽ അവർ പഠിച്ച ഒരു ആ ലെവൽ വെച്ച് എഴുതുന്നതാണ്. നമ്മളതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും. എത്രയാണ് അവർ എഴുതുന്നത് എഴുതിക്കോട്ടെ, പക്ഷേ അത് അവരുടെ ജീവിതത്തിലായിട്ടുള്ള ഒരു മാറ്റമാണ്. അതെ. ആ ഒരു മാറ്റമാണ് ഹാപ്പി ഇംഗ്ലീഷ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഓരോ ആളുകളും വരുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും പഠിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവർക്കും ഇത് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അതെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് തരിക അത് എന്നുള്ളതാണ്. സാറേ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതയാണ്. ഓരോ ആളുകൾക്കും അവർക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതെ, അതെ, അതെ. ഇപ്പോൾ ചില ആളുകൾ പ്രൊഫഷണൽസ് ആയിരിക്കും, ചില ഡോക്ടേഴ്സ് ആയിരിക്കും. എല്ലാവർക്കും അവരവരുടെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോഴ്സിനെ ഫ്ലെക്സിബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് ഒരാൾക്ക് ആവശ്യം ഏത് രീതിയിലാണോ ആ രീതിയിലേക്ക് നമ്മുടെ കോഴ്സിനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ 1000 ആളുകൾ പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ 1000 ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതെ. പല ആളുകൾക്കും പല ലക്ഷ്യങ്ങളുണ്ടാവുക. ഇപ്പോൾ ഞാൻ ഗൾഫിലേക്ക് പോകാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സാർ ഇൻ്റർവ്യൂവിന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ സാറ് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ മക്കളെ പഠിപ്പിക്കാനോ, അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും പല സമയങ്ങളിലും ഭാഷ പഠിക്കാൻ വരുന്നത്. അതില്ലെങ്കിൽ എൻ്റെ ഭാഷ എനിക്ക് കുറേ കാലമായിട്ട് അതിനൊരു കണക്ഷൻ ഇല്ല, അതെ. ഇങ്ങനെ തുടങ്ങിയിട്ട് പല വിഷയങ്ങളുണ്ടാവും. ഈ സമയത്തൊക്കെ എന്ത് ചെയ്യാണ്, അവരെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് അവർ വരുന്നത്. അതിനുള്ള ഒരു ഫെസിലിറ്റി ഹാപ്പി ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ആക്ച്വലി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ വിദേശത്ത് പോകാനായിക്കോട്ടെ, സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ ഇപ്പോൾ ഈ സ്കൂളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ഇപ്പോൾ സ്കൂളുകളിൽ നിന്നൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലും അതല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും കുട്ടികൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാം. അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാം, സംസാരിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, വായിക്കാനൊക്കെ കുട്ടികൾക്കറിയാം. പക്ഷേ ഇത് ഈ ഒരു എക്സാമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടെൻഷന് അവരുടെ അമ്മമാർക്കല്ല ഉമ്മമാർക്കായിരിക്കും. ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷേ എന്താ ടെൻഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, സ്വന്തം മക്കളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്ന സമയത്ത് പലർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പം ഒരു ടെൻഷനാണ്, ഒരു ബേജാറാണ്. അതെ. ഇംഗ്ലീഷാണോ? പെട്ടെന്ന് ഒരു കോൾ വരുമ്പം ഹലോ ഒരു ഇംഗ്ലീഷിൽ കേൾക്കുമ്പോഴേക്കും അറിയാമെങ്കിൽ പോലും ഒന്ന് തയ്യാറെടുക്കണം. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ കോഡ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ആക്ച്വലി ഈ കോഡ് പറയുമ്പോൾ സാറിനെ പറഞ്ഞു അല്ലേ, കോഡൊക്കെ പഠിച്ചു,
ഒരവസ്ഥ വരുമ്പോൾ ആ കോഡ് എന്തായിരുന്നു, അവിടെ എന്ത് കോഡായിരുന്നു എന്നൊക്കെ അല്ലേ ഒന്ന് ആലോചിച്ച് പറയേണ്ടത്. അപ്പോൾ ഏതായാലും ഈ വീട്ടമ്മമാർക്ക് അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്നവർക്കൊക്കെ നിങ്ങൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഏത് സമയത്താണ് പഠിക്കാൻ പറ്റുക? അവർക്ക് ആരായിരിക്കും ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് ലേഡി ട്രെയിനേഴ്സ് ആണോ അതല്ല ജെൻസ് ആണോ? അതിനൊരു കറക്റ്റ് ഉത്തരം എന്ന് അറിഞ്ഞാൽ ഒരുപാട് ആൾ അല്ലേ വീട്ടിൽ കുട്ടികളൊരു 10 മണിക്ക് എന്താക്കും സ്കൂളിലേക്ക് പോകും. അതിന് ശേഷം ഒരു 4 മണി വരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് അമ്മമാരും ഉമ്മമാരുണ്ട്. അവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണോ? അതിന് എത്ര ഫീസാകും? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്കും ഉമ്മമാർക്കൊക്കെ ഉപകാരമാകുമായിരുന്നു. സാറ് പറഞ്ഞതിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഹാപ്പി ഇംഗ്ലീഷിലെ കുട്ടികളെ കുറിച്ച് നോക്കുമ്പോൾ കുട്ടികൾ വളരെ കുറവാണ് പഠിക്കാൻ അതെ, വരുന്നത്. അതെ. അതിൽ കൂടുതലുള്ളത് കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്ന ഉമ്മമാർ അമ്മമാരൊക്കെയാണ്. ഉം, ഉം, ഉം. കാരണം അവർക്ക് എക്സാം ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികളെക്കാൾ ടെൻഷൻ അമ്മമാർക്കാണ്. അമ്മമാർക്കാണ്. അതെ. കാര്യം എന്താ വെച്ചാൽ എക്സാം ആയിക്കഴിഞ്ഞു കുട്ടികൾ ചോദിക്കും, അമ്മയോട് പോയി ചോദിക്കും, ഇതെന്താണ് ഇത് പറഞ്ഞു തരുമോ? അമ്മമാർ ഇങ്ങനെ എന്ത് ചെയ്യും, വളരെ ഉള്ളിലൊരു ടെൻഷനായിരിക്കും, ഇതെന്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത്തരം ആളുകൾ അതേപോലെ അമ്മൂമ്മമാർ ഇപ്പോൾ പേരക്കുട്ടികളെ ഗ്രാൻഡ് ചിൽഡ്രൻസിനൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതെ, അതെ. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ സാറേ ഇപ്പോൾ വരാറുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെയൊക്കെ ഫാമിലിയിലാണെങ്കിൽ പോലും നമുക്കറിയാം അല്ലേ? നമ്മുടെ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ഇപ്പോഴത്തെ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഇംഗ്ലീഷ് കോൺഷ്യസ് ആണ്. എന്താ പറയുക, അവർക്കൊരു ഉള്ളിലൊരു അതെ, അതെ. ഒരു ഒരു സ്ട്രഗിൾ നേരത്തെ ചെയ്യുന്ന പറഞ്ഞ പോലെ പോലെ ഫീൽ ഒരു ചെയ്യാറുണ്ട്. ഒരു അപകർഷതാബോധമൊക്കെ വരാറുണ്ട് തീർച്ചയായിട്ടും തോന്നുന്നു ഉണ്ട്. കുട്ടികളുടെ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ഡെയിലി ലൈഫിൽ. അപ്പോൾ ഇവർക്കൊക്കെ ഒരു സൊല്യൂഷൻ കൂടി നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ നിങ്ങൾ സൊസൈറ്റിയിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പരിഹരിക്കും, അതേ പരിഹാര രീതി തന്നെയാണ് നമ്മൾ പബ്ലിക്കിലേക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്ന കാര്യമാണ്, കുട്ടികൾ ഓരോ ഹോം വർക്കൊക്കെ ചെയ്തു വരാൻ വേണ്ടിയിട്ടൊക്കെ അമ്മമാരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ കുറച്ച് മൂത്ത കുട്ടികളോടൊക്കെ ചോദിച്ചിട്ടാണ് അമ്മമാർ അവര് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ അമ്മമാരോട് ചോദിക്കുന്നതിന് പകരം വേറെ ആരോടെങ്കിലും ആ, പോയി അതെ, ചോദിക്കും. അതെ, അത് ചോദിക്കും. അമ്മമാർക്ക് സഹിക്കാൻ കഴിയില്ല. അതെ, അതെ, അതെ. അതങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ സാറേ അതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇൻ്റർവ്യൂവിന് തയ്യാറാവുന്നവർ ഏറ്റവും കൂടുതൽ ആളുകൾ ഹാപ്പി ഇംഗ്ലീഷ് ജോയിൻ ചെയ്യുന്നവർ അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർ, നമുക്ക് ഉം. മലയാളത്തിൽ അങ്ങനെ പറയാൻ പറ്റും. അതെ, അഥവാ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് എന്തില്ല, അവർക്ക് വേണ്ടത്ര തൊഴിലവസരങ്ങളില്ല. അതല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവർ ഫെയിൽ ആവുന്നു. അതെ, അതെ. കാരണം അവരുടെ ലാംഗ്വേജിൽ അപര്യാപ്തതയാണ്. അതായത് ഒരു മത്സര പരീക്ഷയൊക്കെ അതിജീവിക്കാൻ നമ്മളിപ്പോഴും കുറച്ച് ബാക്കിലേക്കാന്ന് തോന്നാറുണ്ട്. മത്സര പരീക്ഷകൾ മാത്രമല്ല, ഉം. ഇപ്പോൾ അതെ, ഇൻ്റർവ്യൂകളിൽ അവർക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രയാസം, അവർക്ക് പറയാനുണ്ടാവും, അവരുടേതായ മേഖലയിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പക്ഷേ അവർക്കത് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാൻ, അതെ, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു കൊടുക്കാനുള്ള അതെ, പ്രയാസം, അതെ. അത് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസിന്റെ കുറവ് തന്നെയായിരിക്കും അല്ലേ? സംസാരിക്കാൻ അവസരം കിട്ടാത്തതിന് കുറവാണ്. തീർച്ചയായിട്ടും. അതാണ് അതെ. അവസരങ്ങളില്ല ആളുകൾക്ക്. ഉം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകൾക്ക് ജീവിതത്തിൽ 10-15 മിനിറ്റെങ്കിലും തുടർച്ചയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല നമ്മുടെ നാട്ടിൽ. അതെ, അതിനവസരം പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ആളുകൾക്ക് അത്തരം മേഖലയിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതെ. ഇപ്പം മലയാളികളെ കുറിച്ച് പറയാറുണ്ട്, മലയാളികൾക്ക് ഒരുപാട് വിദ്യയുണ്ട്, പക്ഷെ ഉം. അത് ഉപയോഗിക്കാനുള്ള വിദ്യ അതെ, ഇല്ല. അതെ. അവർക്ക് ഇത് കുറേ പഠിച്ചു, പക്ഷെ അതിന് ഉപയോഗിച്ച ഒരു വലിയ മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഒരു ചെറിയ സപ്പോർട്ട് മതിയാവും നമ്മളെ അവരെ കൊണ്ടുവരാൻ. ആ ഒരു ചെറിയ സപ്പോർട്ടാണ് നമ്മൾ അതെ, കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? വളരെ ചെറിയ സപ്പോർട്ടാണ്, അതെ, പക്ഷെ അതെ. അതിന്റെ റിസൾട്ട് വളരെ വലുതാണ്. വലുതായിരിക്കും. അവിടെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഒക്കെ സംഭവിക്കുന്നത് ഹാപ്പി ഇവിടെയാണ്. ഇംഗ്ലീഷിലൂടെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞല്ലോ, ഈ സപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഹാപ്പി ഇംഗ്ലീഷ് അല്ലേ? എപ്പോഴും ഇപ്പം 3-3.5 വർഷത്തോളമായിട്ട് നിങ്ങൾ ഈ ഓൺലൈൻ വഴിയാണ്. അപ്പോൾ ഒരു ചോദ്യം ഓപ്പണായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. അതായത് ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു. ഈ കുട്ടി എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പഠിതാവെന്നാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുള്ളത്. ഉം. ഒരു പഠിതാവ് അഡ്മിഷൻ എടുത്തു. നമ്മൾ പറയല്ലോ ഒരു ആരംഭശൂരിത്വം എന്നൊക്കെ പറയല്ലോ. ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു. 2-3 ദിവസം കഴിഞ്ഞു. ഈ അല്ലെങ്കിൽ ജനുവരി 1 നമ്മൾ ജിമ്മിൽ അതെ, ചേരുന്ന പോലെ. തീർച്ചയായിട്ടും ജനുവരി 1 ഒരു പുതിയൊരു പ്രതിജ്ഞ എടുത്തു. അതെ, അതെ. ആ രൂപത്തിലൊക്കെ ആളുകൾ വന്ന് ജോയിൻ ചെയ്തു. ഒരു 5-10 ദിവസം കഴിഞ്ഞിട്ട് അയാൾക്ക് തോന്നുകയാണ് എനിക്കിത് മതി, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് ഒരു മടുപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രെയിനേഴ്സിൻ്റെ ഒരു ഫോളോ അപ്പ് എങ്ങനെയായിരിക്കും? അതല്ല, ഒരു കുട്ടി പഠിക്കാതായി, ഫീസ് ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിലായല്ലോ, പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന രൂപത്തിലാണോ? അതല്ല ബാക്കോട്ടിലെ നമ്മൾ പറയാറുണ്ടല്ലോ അടുക്കും തോറും അകലുകയും അകലും തോറും അടുക്കുകയും ചെയ്യാന്നുള്ളത് ടീച്ചേഴ്സിനെ കുറിച്ച്, അതുപോലെയാണോ നിങ്ങളുടെ സ്ട്രക്ചർ വരുന്നത്? സാർ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരാൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീസ് കിട്ടുന്നുണ്ട്. ആ പൈസക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്കത് 4000 രൂപക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന കോഴ്സാണിത്. പക്ഷെ നമ്മൾ ആ
കാശല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെറും 1000 രൂപയ്ക്ക് ഇത് പ്രൊവൈഡ് ചെയ്യണ്ടല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർ എന്താഗ്രഹിച്ചിട്ടാണോ നമ്മളെ സമീപിക്കുന്നത് അതിനുള്ളൊരു സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ഫീസ് തന്നു, പഠിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ ക്ലാസ്സിനാണെങ്കിലും പിന്നെ നമ്മൾ സാധാരണ പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത പീരിയഡൊക്കെ വരില്ല, ഇഷ്ടമില്ലാത്ത ടീച്ചേഴ്സ് വരുന്നു. അപ്പോൾ നമ്മൾ ആ സബ്ജക്റ്റ് എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്ന ആളുകളുണ്ടാവും. പൊതുവിൽ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പേടിയുള്ള ആളുകളാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്കൊരു മടി വരും, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയൂല എന്നുള്ളത്. അവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു നമ്മൾ അല്ലേ? കൃത്യമായി ഫോളോ ചെയ്യും. തീർച്ചയായിട്ടും 70 ദിവസമാണല്ലോ കോഴ്സ് അതെ ഡ്യൂറേഷൻ ഉള്ളത്. അതെ ആ 70 ദിവസവും കൃത്യമായിട്ട് അവരെ ഫോളോ ചെയ്തിരിക്കും. അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. കാരണം മോട്ടിവേറ്റ് ചെയ്യുക മാത്രമല്ല, ഉം, എന്താണ് അവരുടെ പ്രശ്നം എന്ന് ഉം, ട്രെയിനേഴ്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതെ നമ്മൾ കൃത്യമായിട്ട് ട്രെയിനേഴ്സിന് കൊടുത്തിട്ടുള്ള വാണിംഗ് ആണ്. ഉം, ഉം, അഥവാ ഒരു കുട്ടി പഠിക്കാൻ വന്നാൽ അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതെ ആ ഒരു കുട്ടിയുടെ പഠന ആവശ്യം കൃത്യമായി മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട ഗൈഡൻസ് കിട്ടുകയും ചെയ്തിരിക്കണം. അതെ നമ്മൾ ഒരിക്കലും വാദിക്കുന്നില്ല പഠിക്കാൻ വരുന്ന എല്ലാവരും കോഴ്സ് പൂർത്തിയാക്കിയിട്ടാണ് മടങ്ങാറുള്ളത്, വാദിക്കുന്നില്ല. ഇല്ല പക്ഷേ നമ്മുടെ ഭാഗം അവരെ ഫോളോ ചെയ്യുക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ തിരിച്ചു കൊണ്ടുവരിക. നമ്മൾ പരമാവധി നമ്മളെക്കൊണ്ട് കഴിയുന്ന 100% അതിനുവേണ്ടി നമ്മൾ വിനിയോഗിക്കാറുണ്ട്, എഫേർട്ട് വിനിയോഗിക്കാറുണ്ട്. എന്നാലും കുറേ ആളുകൾ പഠിക്കാതിരിക്കുന്നുണ്ട്. പക്ഷേ അവരെ പരമാവധി നമ്മളെ ഉത്തരവാദിത്തമുള്ള നിലയ്ക്ക് അവരെ പരമാവധി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഇൻ കേസ് ഇപ്പോൾ ഒരാൾ 70 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്ക് ഒന്നുകൂടി പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ, അവർക്ക് വീണ്ടും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഫീസ് ഒന്നും വേണ്ട, ഫ്രീ ഇല്ല, ആയിട്ട് പഠിപ്പിക്കാം നമ്മൾ അല്ലേ. അവർക്ക് അടുത്തൊരു 4 മാസം കൂടി എന്ത് ചെയ്യുക, അവരുടെ ഉം, കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉം, നമ്മൾ അവർക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്, അതെ ട്രെയിനർ അവൈലബിൾ ആണ്. അതെ. അപ്പോൾ അവർക്ക് ആ സമയത്ത് പഠിക്കാൻ അവസരമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. അതായത് നിങ്ങൾ 1000 രൂപ കൊടുത്ത് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാക്സിമം പഠിപ്പിച്ചിട്ടാണ് അല്ലേ. പരമാവധി അവരെ സപ്പോർട്ട് ഒരു ചെയ്യും. 1000 രൂപ മാക്സിമം വാങ്ങി അവർക്ക് നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എന്താണോ അത് ചെയ്ത് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യും. ഒരു 1000 രൂപ നമ്മൾ വാങ്ങി ഒരു 10,000 രൂപയുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് ഒരു പക്ഷേ ഹാപ്പി ഇംഗ്ലീഷ് അല്ലേ. നമ്മളെ ഒരു സന്തോഷം കൊണ്ട് പറയാമെന്ന് എനിക്കറിയില്ല. ഉം. 10,000 എന്ന് പോലും പറയാൻ പറ്റില്ല. ഇല്ല അല്ല അതിനപ്പുറത്തേക്കാണ്. കാരണം ഈ 4 മാസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് വീണ്ടും വന്ന് പഠിക്കാനുള്ള പഠിക്കാൻ ശ്രമം പറ്റും. നടത്താം. അതെ അതെ. തീർച്ചയായിട്ടും പിന്നെ സാറേ ഇതിൽ നമ്മൾ ആപ്പ് തുടങ്ങിയ ശേഷം അവർ കൃത്യമായി ടെസ്റ്റുകൾ, ഉം, അവരെ അനലൈസ് ചെയ്യാൻ, ഓരോ ലേണറെ അനലൈസ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ, ഉം. പിന്നെ മെൻറ്റർ സപ്പോർട്ട്, സൂപ്പർവിഷൻ സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് എനിക്കിനിപ്പോൾ നിങ്ങൾ എന്തായാലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സമയത്ത് ഗ്രാമർ പഠിപ്പിക്കുമല്ലോ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഗ്രാമർ ഉണ്ടാകും. എന്നാൽ ചില ആൾക്കാർ പറയൂ എനിക്കിങ്ങനെ ക്ലാസ് കേട്ട് പഠിക്കണ്ട, ഗ്രാമർ പഠിക്കണ്ട, എഴുതി പഠിക്കണ്ട, ഇതൊന്നും എനിക്ക് പഠിക്കണ്ട. ഞാനിപ്പോൾ ഗൾഫിൽ പോയിട്ട് അറബി പഠിച്ചത് അല്ലെങ്കിൽ ഹിന്ദി പഠിച്ചതൊക്കെ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്, സംസാരിച്ചിട്ടാണ്. എനിക്ക് സംസാരിക്കാനുള്ള അവസരം മാത്രം തന്നാൽ മതി. എനിക്ക് വായിക്കാനോ എഴുതാനോ എനിക്ക് ക്ലാസ് കേൾക്കണ്ട, നിങ്ങൾ ആപ്പിൽ ക്ലാസ് കാണണ്ട, വാട്സപ്പിൽ അങ്ങനെ ഒന്നും വേണ്ട. എനിക്ക് സംസാരിക്കാൻ മാത്രമുള്ള അവസരം മതി. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കോഴ്സിൽ അവൈലബിൾ ആണോ? ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അതും അവരുടെ സമയത്തിന് നിങ്ങൾക്ക് കോഴ്സ് കൊടുക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഏത് ഭാഷ പഠിക്കുകയാണെങ്കിലും ഭാഷ പഠിക്കാനുള്ള കുറേ അധികം അപ്രോച്ചുകളുണ്ട്, അതല്ലെങ്കിൽ തിയറികളുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും നല്ല തിയറി, അതല്ലെങ്കിൽ ആധുനിക കാലത്ത് ജനങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന തിയറിയാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട്, സംസാരിച്ചുകൊണ്ട്, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടീച്ചർ ടോക്കിംഗ് ടൈം, ലേണർ ടോക്കിംഗ് ടൈം, LTT എന്ന് പറയും. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ ഒരു ക്ലാസ് റൂമിൽ നടക്കാറുള്ളത് എന്താണ്, ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്ന് അങ്ങനെ സംസാരിക്കും. അതെ കുട്ടികളെല്ലാവരും ഒരു പാസീവ് ലേണേഴ്സ് മാത്രമാണ്, ഒരു ലിസണേഴ്സാണ്. അതെ അവരിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തില്ല, അതിൽ ടീച്ചറോട് അങ്ങോട്ട് ചോദിക്കാനോ, ഉം. അതല്ലെങ്കിൽ ടീച്ചറോട് അങ്ങോട്ട് ചോദിച്ചാൽ ഒരു മറുപടി ഇല്ല. ഒരു ഒരു ഇൻട്രാക്ഷൻ ഇൻട്രാക്റ്റീവ് മെത്തേഡ് അല്ല അല്ല ഉള്ളത്. അല്ല അതെ അപ്പോൾ സാധാരണ ആധുനിക കാഴ്ചപ്പാടിൽ ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് ഒരു ലേണറാണ്, ഒരു അതെ ടീച്ചർ അതെ അല്ല. അതെ അതുള്ള അതെ കാഴ്ചപ്പാടാണ്. അതെ ഒരു ടീച്ചർ ഒരു എന്താ പറയുക, ടീച്ചർക്ക് ഒരു സപ്പോർട്ടിംഗ് റോള്, അതല്ലെങ്കിൽ ഒരു ഗൈഡൻസ് റോള് മാത്രമാണ്. ടീച്ചർ എന്താണ്, ഒരു സ്കാഫോൾഡറാണ്. ഉം. എന്നാൽ ഒരു ലേണറാണ് ആ ക്ലാസ്സിൽ ഏറ്റവും ആക്റ്റീവ് ആയിരിക്കേണ്ടത്. അതെ ലേണർ ബേസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. ലേണർ കൂടുതൽ സംസാരിക്കും. ആ ഒരു ബേസിലാണ് ഹാപ്പി ഇംഗ്ലീഷിൻ്റെ
ആക്ടിവിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട സംസാരിച്ച് പഠിക്കാനുള്ളൊരു മെത്തേഡ് അത് നമ്മളതിൽ ചെയ്യുന്നത് കോളിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്. അതെ. അതുപോലെ ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻ, ഇങ്ങനെ 2 രൂപത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ല, അതിന് പുറമേയും ആക്ടിവിറ്റികളുണ്ട്. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു സ്പീക്കിംഗ് ആക്ടിവിറ്റി ഒരു ലേണർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഹാപ്പി ഇംഗ്ലീഷിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതിൽ ഒരു കാര്യം വോയിസ് മെസ്സേജിങ് ആക്ടിവിറ്റി ഉണ്ട്. അതെ. അത് ഒരാൾ, ഒരു തുടക്കക്കാരൻ, ഒരു ലേണർ ഹാപ്പി ഇംഗ്ലീഷിലേക്ക് വന്ന ഉടനെ അയാൾ ഏറ്റവും കൂടുതൽ ചെയ്യുക വോയിസ് മെസ്സേജിങ് ആക്ടിവിറ്റികളായിരിക്കും. അഥവാ അതൊരു കൺട്രോൾഡ് പ്രാക്ടീസാണ്. അഥവാ അവർക്ക് നമ്മളൊരു നിശ്ചിത സാധനങ്ങൾ കൊടുക്കും, അതിന് ബേസ് ചെയ്തിട്ട് ആ ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ് കൺട്രോൾ പ്രാക്ടീസ്. ഒരു കാര്യം നമ്മളൊരു ദിവസം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതെ. എന്നാൽ അതിനുശേഷം അത് മാത്രം പഠിച്ചുകൊണ്ട് ഒരു ലേണർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. വോയിസ് മെസ്സേജിങ് ആക്ടിവിറ്റി. വോയിസ് മെസ്സേജിങ് എന്നല്ല, ഒരാൾക്ക് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റികൾ അതുപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള അവർക്ക് അന്ന് പഠിച്ച കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം പഠിക്കുന്ന ആക്ടിവിറ്റികളാണ്. എന്നാൽ അതല്ലാതെ ഒരാൾ, ഇപ്പം നമ്മൾ കുറേ പഠിച്ചാൽ അത് എനിക്ക് എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതെ. എൻ്റെ മൈൻഡിൽ ഒരു കാര്യം കയറിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് പറയാൻ പറ്റണം. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ പ്രാക്ടീസ് ആക്ടിവിറ്റീസ് ഹാപ്പി ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്ന കോളിംഗ് ആക്ടിവിറ്റികൾ, ലൈവ് സെഷൻസ്. എല്ലാ വീക്കിലും ഒരു ലൈവ് സെഷനെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ് ഹാപ്പി ഇംഗ്ലീഷിൻ്റെ ഒരു കോൺസെപ്റ്റ്. അഥവാ ഒരു കോഴ്സ് കഴിയുന്നതിനിടയിൽ 15 ദിവസമെങ്കിലും 15 അവറെങ്കിലും ഒരു കുട്ടി ലൈവ് സെഷനിൽ തൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളെ കൂടെ, ട്രെയിനറെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഹാപ്പി ഇംഗ്ലീഷ് ക്രിയേറ്റ് ചെയ്യും. കൂടാതെ കോളിംഗ് ആക്ടിവിറ്റികളുണ്ട്. അതിന് ട്രെയിനറും അതുപോലെ ലേണറും ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലേണർക്ക് മാക്സിമം എന്ത് ചെയ്യാം, സംസാരിക്കാം. ടീച്ചർ പരമാവധി അവരെ എങ്ങനെയൊക്കെ അവരെ സ്കഫോൾഡ് ചെയ്യാൻ പറ്റുമോ, അവരെത്ര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും അറിയോ ഓരോ കുട്ടികളായി സംസാരിക്കുന്നത്. പല കുട്ടികളും പറയാറുണ്ട്, ഞാൻ ആദ്യമായിട്ട് 5 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി ഫോൺ എടുത്തു, 15 മിനിറ്റ് സംസാരിച്ചു പോയി, 20 മിനിറ്റ് സംസാരിച്ചു പോയി, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഹാപ്പി ഇംഗ്ലീഷ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു റിസൾട്ടൊക്കെ നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല, അപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾ പറയും നമുക്ക് ഗ്രാമറൊന്നും പഠിക്കാൻ ആഗ്രഹമില്ല, നമുക്ക് സംസാരിച്ച് പഠിച്ചാൽ മതിയെന്ന്. പക്ഷെ നമ്മുടെ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഹാപ്പി ഇംഗ്ലീഷ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെവിടെയും ഗ്രാമർ പഠിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന രീതിയിൽ ഗ്രാമറൊന്നും പഠിപ്പിക്കുന്നില്ല. അതാണ് ഗ്രാമർ ഒഴിവാക്കി എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക? പക്ഷെ അത് ഉണ്ടാവും. പക്ഷെ അവർക്ക് പോലും മനസ്സിലാക്കാൻ അത് വളരെ എന്താ പറയുക, സൈക്കോളജിക്കൽ അതെ മെത്തേഡ്. അതെ അതെ തീർച്ചയായിട്ടും അവർക്ക് ഒരിക്കലും പഠിക്കുന്നുണ്ടെന്നൊരു തോന്നൽ വരാതെ, എന്നാൽ എല്ലാ ഇംഗ്ലീഷ് ടെൻസുകളാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ അതൊക്കെ വളരെ പാസീവായിട്ട് അവരുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ടാവും. അതെ. നമ്മൾ കോണ്ടെക്സ്റ്റുവലായിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുക. അതായത് അവർ പോലും അങ്ങനെ ഭയങ്കര ടെൻഷൻ ഇല്ലാതെ റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഗ്രാമർ പഠിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അതെ. ഗ്രാമർ പഠിക്കാതിരുന്നാൽ അത് അത്രയും ബോറായിരിക്കും. ഭയങ്കര ബോറിംഗ് അത് ആയിരിക്കും. ഭയങ്കര ഇതിപ്പോൾ എന്താ പറഞ്ഞത്, ഒരു സെൻറ്റൻസ് വായിച്ചാൽ അടുത്ത സെൻറ്റൻസ് പറയുമ്പോഴേക്കും അത് മറന്നു പോയിട്ടുണ്ടാവും. നേരെ മറിച്ച് ഇയാൾ ഗ്രാമർ അല്ല പഠിക്കുന്നത്, അതെ. വേറെന്തോ ഒരു കോണ്ടെക്സ്റ്റാണ്. പക്ഷേ അത് പഠിച്ചു കഴിയുമ്പോഴേക്കും ആ ഒരു ഗ്രാമർ പോർഷൻ അവരുടെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ നമ്മൾ പഠിപ്പിച്ചു. മാത്രമല്ല, ഇതേ സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ എന്ത് പറയണമെന്ന് അവർ പോലും അറിയാതെ അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതാണ് അപ്പോൾ നമ്മുടെ ഷിഹാബ് സാറും അതുപോലെ തന്നെ നമ്മുടെ ഷർഫുദ്ദീൻ സാറും പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം ക്ലിയർ ആണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തി ഇപ്പോൾ മൊബൈൽ ആപ്പ് വഴി വീഡിയോ ക്ലാസ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വെറും 1000 രൂപക്ക്, 1000 പ്ലസ് 180 ഉണ്ടാവും അല്ലേ, GST. ടോട്ടൽ 1180 രൂപയാണ് കോഴ്സിന് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടെങ്കിൽ, ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ സ്ഥാപനങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. ഒരു 2-3 ആളുകൾ ഒരു ഭക്ഷണം കഴിക്കുന്ന പേയ്മെൻറ്റ് അല്ലേ, ഇതുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താനുള്ള ഒരു സാഹചര്യമാണ് ഹാപ്പി ഇംഗ്ലീഷ് ഒരുക്കി വെക്കുന്നത്. ഏതായാലും നിങ്ങളുടെ യാത്രകൾ ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സാർ. അതുപോലെ തന്നെ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് പ്രിന്റഡ് സർട്ടിഫിക്കറ്റ് അവരുടെ വീട്ടുകളിലേക്ക് അല്ലേ പോസ്റ്റലായിട്ട് എന്ത് ചെയ്യുന്നു അയച്ചു കൊടുക്കുന്ന സംവിധാനം പോലും ഉണ്ട്. ഏതായാലും ഇന്ന് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉള്ളൊരു കോഴ്സ് ഈ ഒരു പേയ്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന വേറെ ഒരു സ്ഥാപനവും. സാറേ, അങ്ങനെ ഒരു ചലഞ്ച് കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മോട് ചോദിക്കുന്നൊരു കാര്യമാണ് ഷറഫ് സാർ, അതായത് ഇത്രയും ആക്ടിവിറ്റീസ് നിങ്ങൾ കൊടുക്കുന്നു, ഇത്രയും പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, പക്ഷെ വെറും 1000 രൂപക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മുതലാവുന്നത്? അതല്ല 1000 രൂപക്കുള്ള സാധനങ്ങൾ, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെയാണ് ചോദിക്കാറ്. സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ. ഇത്രയും
ചെറിയ ഫീക്ക് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് ഉം. ഹാപ്പി ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന് തുല്യമായിട്ടുള്ള ഒരു കോഴ്സ് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തെളിയിച്ചാൽ, ഉം. അഥവാ ഹാപ്പി ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് 70 ദിവസം നീണ്ടു നിൽക്കുന്ന ഹാപ്പി ഇംഗ്ലീഷിലെ ആക്ടിവിറ്റീസ്, അതുപോലെ സ്ട്രക്ചർ, അതിൻ്റെ സിലബസ്, അതെ. മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനോട് തുലനം വെക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ഉണ്ടെന്ന് ആരെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ഇംഗ്ലീഷ് അവർ ഫ്രീ ആയിട്ട് നമ്മുടെ കോഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഫ്രീ അവർക്ക് ആയിട്ട് പഠിക്കാം, പഠിപ്പിക്കും. ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് പഠിക്കാം. പഠിക്കാം. ഓക്കെ. ആ. അത് എത്ര പേരുണ്ടെങ്കിലും അത്രയും പേർക്ക് നമുക്ക് പഠിക്കാൻ അവസരം കൊടുക്കും. ആ. ഈ ഒരു അത് കാര്യം അത് ഒരു കാര്യം കൂടി പറയട്ടെ. കോൺഫിഡൻസ് ആണ്. ഈ ഒരു കാര്യം നമ്മൾ 2 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതെ അതെ. ആ. ഇതുവരെ ഒരാൾക്ക് പോലും ഹാപ്പി ഇംഗ്ലീഷിന് അങ്ങനെ അഡ്മിഷൻ കൊടുക്കേണ്ട ഗതി വന്നിട്ടില്ല. അതെ അതെ. അങ്ങനെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാപ്പി ഇംഗ്ലീഷ് അവർക്ക് സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരം കൊടുക്കും. മാത്രമല്ല ഇങ്ങനെ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്പെഷ്യൽ ആയിട്ടുള്ള അത്രയും നല്ല ആളുകളാണ്. അവർ നമ്മൾ ചേർത്ത് പിടിക്കുകയും ചെയ്യും അല്ലേ? തീർച്ചയായും. കാരണം നമുക്കറിയാം നമ്മൾ ഇത്രയും കാര്യങ്ങൾ 70 ദിവസം ഒരാളെ ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ട ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ഡെയിലി വെച്ച് കൂട്ടുകയാണെങ്കിൽ 15 രൂപ പോലും ഒരു കിട്ടുന്നില്ല. ചായയും കടിയും ഇല്ല, ചായ കഴിക്കാനുള്ള മാത്രം കുടിക്കാൻ പറ്റുള്ളൂ അതെ 15 രൂപയ്ക്ക്. അത് ഒന്നും കൂടി കാലം മാറിയല്ലോ അല്ലേ? അതെ അതെ. ആ ഒരു ചെറിയ എമൗണ്ട് ഒരു ദിവസം മാറ്റി വെച്ചാൽ അവർക്ക് പഠിക്കാൻ പറ്റും. ഒരു തീർച്ചയായിട്ടും. ദിവസം ഒരു 15-16 രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ കോഴ്സ് 70 ദിവസം എന്ന് പറയുന്നത് ഏകദേശം 2-3 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ വീക്കെൻഡിൽ ക്ലാസ് ഒഴിവാക്കുകയൊക്കെ ചെയ്യുമ്പോൾ 70 ദിവസം പൂർണ്ണമായിട്ട് അവർക്ക് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് അതെ പഠിക്കാൻ അതെ പറ്റും. അതെ. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ ഒരു 15-14 രൂപയൊക്കെ ഒരു ദിവസം മാറ്റി വെച്ചാൽ അതായത് അവർക്ക് ഒരു ചായ വളരെ കുടിക്കുന്ന എളുപ്പത്തിൽ ചായ പഠിച്ചെടുക്കാം. കുടിക്കുന്ന പൈസക്ക് പഠിക്കാം. അതെ അതെ. ഒരു ചായയും ഒരു ചായ കുടിക്കട്ടെ. കുടിക്കുന്ന പൈസക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അതെ. അതെ. അല്ല, ഒരു ചായയും കുടിക്കട്ടെ അല്ലേ? സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇംഗ്ലീഷും ഇംഗ്ലീഷും പഠിക്കട്ടെ. പഠിക്കട്ടെ. അതെ അതെ. ഒരു 1000 രൂപക്ക്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണോ നമ്മൾ ഈ ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നത് അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ വീട്ടിൽ ഒരാൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ അത് എങ്ങനെയാണോ ഞാൻ എത്ര മനോഹരമായിട്ടാണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്, അതേ മനോഹാരിതയോട് കൂടി തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അത് നമുക്ക് പുറത്തിതൊരു ബിസിനസ്സാണ്, അതല്ലെങ്കിൽ കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലേ? നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതൊക്കെ. അതെ ഒരാൾ പഠിക്കാൻ വന്നാൽ അവരെ കഴിയുന്നത് വരെ നമ്മൾ അവരെ പുറകിലുണ്ടാവും. അതെ. അവർ പഠിക്കലാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ച. ഓരോ ആളുകളും പഠനം പൂർത്തിയാക്കലാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ച. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്. തീർച്ചയായിട്ടും നമ്മൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കഥകൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പലപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഉടനെ എടുക്കുക. പെട്ടെന്ന് എടുക്കുക. അതെ, പെട്ടെന്ന് നല്ല എടുക്കുക. നല്ല തീരുമാനങ്ങൾ നമ്മൾ പെട്ടെന്ന് എടുക്കണം എന്ന് പറയാറുണ്ടല്ലേ? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു നല്ല തീരുമാനം നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹാപ്പി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമിയിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ഒരു ഭാഷയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നത്തിലുള്ള സൊല്യൂഷനാണ് ഹാപ്പി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലേ? അപ്പോൾ ഇനിയും ഒരുപാട് പേരുടെ വലിയ സ്വപ്നങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന വലിയ ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടും കൂടിയാണ് അതെ അതെ. നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇനിയും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുക, സന്തോഷമായിരിക്കുക, ഇംഗ്ലീഷ് പഠിക്കുക, ഹാപ്പി ഇംഗ്ലീഷിൻ്റെ കൂടെ ഇരിക്കുക അല്ലേ? കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1,00,000-ഓളം പഠിതാക്കൾ ഇപ്പം അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു അല്ലേ? ഹാപ്പി ഇംഗ്ലീഷിൽ 3.5 വർഷം കൊണ്ട് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു. ഓരോ മാസവും 2000-2500 കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, ഓരോ മാസവും അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അല്ലേ? വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു യാത്ര മുന്നോട്ട് പോവട്ടെ. ഏതായാലും എല്ലാവിധ ആശംസകളും നേരെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യുക. ആർക്കെങ്കിലും ട്രെയിനറായിട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഹാപ്പി ഇംഗ്ലീഷിലൊരു പേഴ്സണൽ ട്രെയിനർ ആവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, അവർ ഫീമെയിൽ ആയിരിക്കണം. 1-2 കണ്ടീഷൻസ് ഉള്ളത്. അവർ ഇംഗ്ലീഷ് PG അല്ലെങ്കിൽ BEd കഴിഞ്ഞ ആളായിരിക്കണം. ചെയ്യുന്ന ആളുകൾക്കും പഠിക്കാം അല്ലേ സാറേ? അതുപോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ടാകും അല്ലേ? അതെ, ഇന്റർവ്യൂവിൽ അതെ. പാസ്സായിരിക്കണം. അവർക്ക് നമ്മൾ പറയുന്ന ക്രൈറ്റീരിയകൾ അവർ ഓക്കെ ആണെങ്കിൽ ഹാപ്പി ഇംഗ്ലീഷ് ടീം അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് ഹാപ്പി ഇംഗ്ലീഷിൻ്റെ ഫാമിലിയുടെ ഭാഗമാവാം. അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിയിട്ട് വെറും 1000 രൂപക്ക് നിങ്ങളുടെ ജീവിതം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഹാപ്പി ഇംഗ്ലീഷിലെ അഡ്മിഷൻ ഓഫീസർമാർ അല്ലേ, അവരെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കരുത്. കൃത്യമായിട്ട് ചോദിച്ച് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് പഠിക്കാൻ തയ്യാറാവുക. അതും ഇവർ സംസാരിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വലിയൊരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പം ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ സാറേ?
താങ്ക് യു. നമുക്ക് അടുത്തൊരു സമയത്ത് ഒരുമിച്ച് കൂടാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.